ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ SLC പുതിയ ബാച്ചൊക്കെ തുടങ്ങി നമ്മുടെ പാഠങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്, അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഭാഗം. കാലങ്ങളായിട്ട് ഒരു 8 മാർക്ക് 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ന്യൂറോണിൻ്റെ ഘടനയാണ്. അത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഘടന എന്താണ് എന്നുള്ളതും കൂടെ അവിടുന്ന് അതേ രീതിയിലേക്ക് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ വരുന്നത് നമ്മുടെ റിഫ്ലക്സ് ആർക്കാണ്. ആ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത. അത് നമുക്ക് സ്ഥിരമായിട്ട് ആ ആർക്ക് അതുപോലെ തന്നെ എഴുതാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള രോഗങ്ങൾ, അൽഷിമേഴ്സും പാർക്കിൻസൺസും അപസ്മാരം, എപ്പിലെപ്സിയും ഒക്കെ പോലുള്ള അസുഖങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ആ ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, 2 ഡയഗ്രങ്ങൾ, അതായത് ന്യൂറോണിൻ്റെയും തലച്ചോറിൻ്റെയും ഘടനയും അതുപോലെ തന്നെ റിഫ്ലക്സ് ആർക്കും രോഗങ്ങളും, ഇത്രയും കാര്യം ആ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനത്തേക്ക് ആകുന്ന സമയത്തേക്ക് എന്ത് ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ട് തോന്നും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ചാപ്റ്ററുകളിലേക്കും ബാക്കിയുള്ള വിഷയങ്ങളിലേക്കും കടക്കാൻ പറ്റും. ഒരു 8 മാർക്ക് 9 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, കാര്യമായിട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കി പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറാക്കാം.